ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് ഡേ ഔട്ട് പോവുകയാണ്. എവിടെ പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇന്ന് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കറങ്ങാൻ പോവാന്ന് കരുതി പോവുകയാണ് ഇല്ലേ? അതെ. നമ്മളിപ്പോൾ ആലുവയിലെത്തി. ആലുവയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തിങ് ടു ഡു എന്ന് പറയുന്നത് എന്താ? ആലുവ വന്നിട്ട് മെട്രോ ഐഷുവിനെ ആദ്യമായിട്ട് മെട്രോയിൽ കയറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ മിഷൻ. അപ്പം നമ്മൾ മെട്രോ കയറിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അതായത് നഫ് വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിനൊക്കെ കാര്യം അറിയായിരുന്നെങ്കിലും ബാക്കി ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തി. എന്താ തോന്നണേ? നാടാം ഐഷുവിന് കയറും. ഐഷു എങ്ങനെ ഉണ്ടായിരുന്നു മെട്രോ എക്സ്പീരിയൻസ്? ഇനി കയറണം, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പം ലുലു മോളെത്തി. ലുലു മോളിൽ ഞാൻ ലാസ്റ്റ് ടൈം വരുന്നത് ഞാൻ 8ലെന്നോ പഠിക്കുമ്പോഴാണ്. അപ്പം അതിന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെ നമ്മൾ വന്നു. അപ്പം ഇനി ഇവിടെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. ലുലു മോളിൽ ഇവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വെള്ളം ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് പോകാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകണം. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ബ്രോഡ്വേക്ക് പോകണോ അതോ ഫോർട്ട് കൊച്ചി പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും മഹാരാജാസ് കോളേജിൻ്റെ അവിടേക്ക് പെട്രോൾ കയറിയിട്ടുണ്ട്. സമയമില്ല, കാരണം 6:00 നമുക്ക് ഹോസ്റ്റലിൽ കയറണം. അപ്പോൾ ആലുവയിൽ നിന്ന് കോതമംഗലത്തേക്ക് എന്തായാലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എവിടേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും അവിടെ തീരുമാനിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ലുലു പോയി ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ അവിടെ അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊരു ഓട്ടത്തിലായിരുന്നു. സീറ്റ് കിട്ടിയാൽ ഇരിക്കില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് നന്മ മരങ്ങൾ. കാല് സീറ്റ് എവിടെ കാണുന്നു അവിടെ ഇരിക്കണം. മുതിർന്ന പൗരന്മാരായിരുന്നു. പക്വത. അപ്പം അങ്ങനെ നമ്മള് ലുലുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇതേ നമ്മള് പ്ലാനിൽ ഒന്നും ഇല്ലാതിരുന്ന സുഭാഷ് പാർക്കിലേക്ക് വന്നത്. കാരണം ബ്രോഡ്വേയിൽ either ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ബ്രോഡ്വേ എന്നായിരുന്നു. അപ്പോൾ പിന്നെ സുഭാഷ് പാർക്കിൽ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ തിരിച്ചു പോവാ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മുന്നിൽ വെള്ളമാണുള്ളത്. ഇല്ല സായി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സോഫാർ? സമയം ഉണ്ടായിരുന്നില്ല. സമയം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്ഥലത്തും കൂടി കാണാൻ പോവായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നാളെ ക്ലാസ്സിൽ പോകണം. അതൊരു വിഷമം. ശരിയാ, ഇന്ന് പോയി ക്ഷീണാത്തൊരു സങ്കടം. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദുഃഖം. ഇപ്പം ചെന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. അത് തന്നെ വെറുതെ ഇരിക്കണം. നാളെ ക്ലാസ്സിൽ പോകേണ്ട കാര്യം എടുത്തിട്ട് പിന്നെ ചിന്തിക്കാനേ വയ്യ. നാളേക്ക് വേണ്ടി പഠിക്കണം. അതെ. വീഡിയോ ഫോട്ടോഗ്രാഫർ വസു മോഡൽ. സാറ മോഡലാണോ? അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അത്.